ഓക്കെ ഓക്കെ. ഹലോ ഗായ്സ്. ഈ കഴുപ്പറങ്ങട്ട കഴിവേറി എടി അത് അവിടെ നിന്ന് നോക്കാനൊക്കെ അറിയാൻ പറ്റത്തില്ലേ? എന്റെ പോസും പോയി അടിവാരത്തോട്ടെ പോവാൻ. ഹായ് ഗൈസ്, ദിസ് ഇസ് ആശിഷ്. ഞാൻ അവിനാഷ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെറ്റ് ലവേഴ്സ്, അതായത് ഈ പറയുന്ന പട്ടി, പൂച്ച, അങ്ങനത്തെ പെറ്റായിട്ട് വളർത്തുന്ന എല്ലാ ഒരു ജീവികള് ആൾക്കാർക്ക് കുറെ ആൾക്കാർ അങ്ങനെ വളർത്തുന്നുണ്ടല്ലോ. അവർ അത്രയ്ക്കും ആഗ്രഹത്തോടെ അത്രയ്ക്കും സ്നേഹത്തോടെ മേടിച്ച് വളർത്തുന്നതായിരിക്കും അവര്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ വളർത്തുന്ന സമയത്ത് നമുക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോരും, ഓക്കെ, നമ്മുടെ തെറ്റല്ലെങ്കിൽ പോരും, നമ്മുടെ ഒരു സാഹചര്യം കാരണം നമുക്ക് അതിനെ കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കളയുന്ന ഒരു സംഭവമല്ല, എവിടെയെങ്കിലും കൊടുക്കേണ്ട ഒരു സാഹചര്യം നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ കഴിവേറ് കാരണമല്ല, എന്ന് വെച്ചാൽ നമുക്ക് നോക്കാനുള്ള സാഹചര്യം ഇല്ല. മേ ബി ദ സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തായിരിക്കാം അങ്ങനത്തെ പ്രിമൈസസ്. അങ്ങനത്തെ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ അടുത്ത് ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ഒരു ജർമ്മൻ ഷെപ്പേർഡ് ആയിരുന്നു. ഒരു എത്ര മാസം മേടിച്ച്? നമ്മള് രണ്ട് മാസം ആവാറായപ്പോ നമ്മൾ മേടിച്ചതാണ്. അതൊരു ഡബിൾ കോട്ട് ജർമ്മൻ ഷെപ്പേർഡ്. അത് റഷ്യ ഇമ്പോർട്ടഡ്, ലോങ് കോട്ടഡ് റഷ്യൻ ബ്രീഡ്, ലോങ് കോട്ടഡ്, യെസ് കറക്റ്റ്. റഷ്യൻ ബ്രീഡായിരുന്നു. അതിന്റെ പേരൻസ് ദുബായിൽ, ഞങ്ങൾ താമസിക്കുന്ന ദുബായിൽ, അറിയാലോ. അപ്പോ ഇവിടെ അതിന്റെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ ചാമ്പ്യൻസ് ആയിരുന്നു. ലൈക്ക് ഈ ജർമ്മൻ ഷെപ്പേർഡിന്റെ ഓരോ കോമ്പറ്റീഷന് കാര്യങ്ങളൊക്കെ അതിന്റെ ചാമ്പ്യൻസ് ആയിരുന്നു. അങ്ങനെ ഏകദേശം നല്ലൊരു വില, ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയുടെ അടുത്ത് നാട്ടിലത്തെ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചാണ്. ഏകദേശം 2 മാസം ആവുന്ന സമയത്ത് നമ്മൾ മേടിച്ചല്ലേ? നീയല്ലേ പോയി മേടിച്ചിട്ട് വന്നേ? അങ്ങനെ നമ്മൾ മേടിച്ചു. ഞങ്ങള് ഭയങ്കര ഹാപ്പിയായി. വീട്ടുകാരുടെ എതിർപ്പ് കണ്ടു തന്നെ മേടിച്ചതാണ്. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ചേട്ടനും മാത്രം ഡിസിഷൻ എടുത്ത് അങ്ങ് മേടിച്ച്. പക്ഷെ അത് ഗ്രാജുവലി അറിയാലോ, ആ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇതായി. പക്ഷെ എന്നാലും ചിലവരുമായിട്ടൊന്നും ഇണങ്ങിയില്ല. എന്റെ അച്ഛനെ ശരിക്കും, ഞങ്ങളുടെ അച്ഛന് ഇത് താല്പര്യം ഇല്ലാത്തതാണ് പെറ്റ്സ്, പ്രത്യേകിച്ച് ഡോഗ്. പക്ഷെ അച്ഛന്റെ കാലി വീണ് സമ്മതിപ്പിച്ച്, അച്ഛനെ കൊണ്ട് സമ്മതം മേടിപ്പിച്ച് ഒരു സാധനം മേടിക്കുന്നതാണ്. കാരണം ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോ അങ്ങനെ മേടിച്ചാണ്. എന്റെ വൈഫിനടുത്തോരും പറയാണ്ടാ മേടിച്ചത്. വൈഫ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് വൈഫിന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ മേടിച്ചു. അത്ര ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം. എന്റെ കൈ എടുത്തു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച ഇത്രയേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് വീഡിയോസ് നമുക്ക്, ഞങ്ങള് ഈ വീഡിയോയുടെ ക്ലിപ്സ് അപ്ലോഡ് ചെയ്യാം. പറയാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇങ്ങനെ വളർത്തി ഒരു 9 മാസം അടുത്ത് നമ്മളെ അവനെ 9 മാസം അവൻ 9 മാസമായപ്പോ പറഞ്ഞ 7 മാസത്തിനടുത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവൻ. അത് കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ പറയുന്ന പോലെ ഞങ്ങൾ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഇപ്പൊ വലിയ ബ്രീഡ് ആയതുകൊണ്ട് നമുക്ക് വീട്ടില് വളർത്താൻ പറ്റില്ല. അതേപോലെ മാനേജ്മെന്റിന് ഇഷ്യൂ വന്നു. സെക്യൂരിറ്റി പറയുന്നു വേറെ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഇതൊക്കെ നമുക്കിപ്പോ എന്നിട്ട് അവസാനം ഞങ്ങൾക്ക് എന്ത് പറ്റി, ഞങ്ങൾ കാര്യം ഷോർട്ട് ആയിട്ട് പറയാം. അവസാനം ഞങ്ങൾക്ക് അവനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം ഞങ്ങളിപ്പോ വേറെ എവിടെയാ കൊണ്ട് വിടാന്ന് നോക്കി, ഞങ്ങൾക്ക് വേറെ അപ്പാർട്ട്മെന്റ് എടുത്ത് മാറാൻ പറ്റുമോ? ഇല്ല. അത് ഡോഗ് അലൗഡ് അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഓൾറെഡി കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഒരു വർഷത്തേക്ക് അവനെ മാറ്റി നിർത്താനാണെങ്കിൽ പോലും ഞങ്ങൾ നോക്കിയപ്പോ ഇവിടുത്തെ ഹോസ്റ്റലിൽ 1 ഇയർ പോലും സമ്മതിക്കില്ല. 8.5 ലക്ഷം രൂപ എടുത്ത് ഒരു വർഷത്തേക്ക് അവന് ഹോസ്റ്റൽ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ഭയങ്കര ഒരു ഹ്യൂജ് എക്സ്പെൻസ് ആയതുകൊണ്ടും നമുക്കതൊരു ഭയങ്കര പ്രശ്നമായി തുടങ്ങി. ഞങ്ങളത് ഒരു എന്താ പറയാ, ഒരു മനസ്സും ഇല്ലാതെയാണ് അവസാനം ഞങ്ങള്. അല്ല, എനിക്ക് അതിനകത്ത് പറയുന്നത് വെച്ചാൽ, ഇത് ഡോഗ്സ് അലൗ ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഫ്ലാറ്റില്, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ വേറെയും ഡോഗ്സ് ഉണ്ട്. ഗോൾഡൻ റിട്രീവർ ഉണ്ട്, അതല്ലാണ്ട് കുറെ പഗ് ഉണ്ട്, ഒരു പിറ്റ്ബുൾ ഉണ്ട്. ജർമ്മൻ ഷെപ്പേർഡ് ഞങ്ങളുടേത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോ ഇവൻ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ ആർക്കും പ്രശ്നമില്ല. ആൾക്കാർ പോകുന്നവരും വരുന്നവരും ഒക്കെ നമ്മളിപ്പോ റിസപ്ഷനിൽ ഇവനെ കൊണ്ട് ഇറക്കി പുറത്ത് വാക്കിങ്ങിനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുമ്പോൾ ആൾക്കാരെല്ലാം വന്നിട്ട് കൊഞ്ചിച്ചിട്ട് പോകും. അങ്ങനെ വന്നിട്ടാണെങ്കിൽ സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിച്ചിട്ട് പോകും. ചാർലി എന്നായിരുന്നു കേട്ടോ അവന്റെ പേര് പറയാൻ പറ്റും.
അങ്ങനെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാനേജ്മെന്റിന് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ അറബ്സ്, ചില ആൾക്കാർ, അറബ്സിനും പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറെ കൂടെ വരുന്ന മിസ്രീസ് ആണ്, ലൈക്ക് ഈജിപ്ഷ്യൻസ് ആൾക്കാർ. അവർക്ക് ഇത് ഭയങ്കര ഹറാമായിട്ടോ അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് താല്പര്യമില്ല. ഇല്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, ഞങ്ങൾ അതിനെ എതിരൊന്നും അത് പറയുന്നില്ല. പക്ഷെ പേഴ്സണൽ ആയിട്ടുള്ള അത് പെർസ്പെക്ടീവ്സ് ആണ്. ഞങ്ങൾ അവരെയായിട്ടൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാനേ പോയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു അപ്പാർട്ട്മെന്റ്, ഞങ്ങൾ പൈസ കൊടുത്ത് നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെന്റില് ഞങ്ങളുടെ ഒരു വീട്ടിലെ ഒരു ആളായിട്ട് ഞങ്ങൾ വളർത്തുന്ന ഒരു ഡോഗ് ആയിരുന്നു. ഞങ്ങളുടെ സ്വന്തം. ഞങ്ങൾ എപ്പോഴും എവിടെ വീട്ടിൽ പോയാലും അയച്ചു വിടുമായിരുന്നു. വീട്ടിൽ അയച്ചു വിടും. അതേപോലെ അവനൊരു കൂടുണ്ട് വീട്ടിൽ, വലിയൊരു കൂടുണ്ടായിരുന്നു. പിന്നെ അവന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. പക്ഷെ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി വന്നു. എന്തിനാന്നറിയത്തില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇതേപോലെ ഒരു ദിവസം ഞങ്ങൾ അവനുമായിട്ട് പുറത്ത് പോവാണ്. അപ്പൊ ഒബ്വിയസ്ലി എന്ന് വെച്ചാൽ വലിയ ഡോഗാണല്ലോ. അപ്പം സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ കുരയ്ക്കും. പട്ടിയുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുരയ്ക്കുകയാണ്. ഒരു ഡോഗിന്റെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ്. അപ്പൊ ഇതേപോലെ കുരച്ചപ്പോഴത്തേക്ക് ഇത് എനിക്ക് തോന്നുന്നു റിസപ്ഷനിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കുരച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഷാർലിന്ന് പറഞ്ഞിട്ട് പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി. ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ സെക്യൂരിറ്റി ഒരു ദിവസം ഇതേപോലെ വീട്ടിൽ വന്നു. അപ്പൊ ഞാനില്ല, എന്റെ ബ്രദർ ഉണ്ടായിരുന്നു. വന്നിട്ട് പറഞ്ഞില്ലേ, സെക്യൂരിറ്റി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, എന്താ, ഡോഗിനെ ഇവിടെ വെക്കാൻ പറ്റത്തില്ല, ഡോഗിനെ മാറ്റണം, ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി കംപ്ലൈന്റ് പോയി, ഫൈൻ വരും, ചെക്കിങ്ങിന് ആൾക്കാർ വരും, നിങ്ങൾ ഡോഗിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങളടുത്തൊന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തതായി ചോദിച്ചത്, ഇതൊരു ഡോഗ് പെറ്റ് ഫ്രണ്ട്ലി ഒരു അപ്പാർട്ട്മെന്റ് ആണ്, പിന്നെ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? ഞങ്ങൾ ആരെ അറ്റാക്ക് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഡോഗ് ആരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഡോഗായ വാക്സിൻഡ് ആണ്, എല്ലാ സംഭവങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ കൊണ്ടുവന്നതാണ്, ഇൻക്ലൂഡിങ് ചിപ്പ് കാര്യങ്ങളെല്ലാം വെച്ച്. ഈവൻ പോലീസുകാർ വരെ ഇടയ്ക്ക് ഞങ്ങൾ താഴെ ഇതിന് എക്സസൈസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് കണ്ടിട്ട് അവരുടെ പാസ്പോർട്ട്, ഡോക്യുമെന്റ്സ് എല്ലാം ചോദിച്ചു നമ്മൾ വെരിഫൈ ചെയ്താൽ ഇവിടെ ഇൻ ബിറ്റ്വീൻ എല്ലാ മിക്ക ആൾക്കാരും CIDസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും. അതെല്ലാം പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അവൻ. ഞങ്ങളുടെ വീട്ടിലോ പുറത്തോ ആരെയും കുരയ്ക്കുന്നല്ലാണ്ട് ആരെയും ഒന്ന് അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ മിണ്ടാണ്ടിരിക്കും. അത്രയ്ക്കും പേടിയുള്ളവരാ. അങ്ങനെ കുരച്ച് ഒരാളെ അറ്റാക്ക് ചെയ്ത ചരിത്രം ഇല്ല ഈ 7 മാസത്തിൽ ഞങ്ങളോട് ഉണ്ടായത് അത്രയും നാള്. അങ്ങനെ വന്ന് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ ആ ഷോക്കായി. കാരണം ഒന്നെങ്കിലും നിങ്ങൾ ഡോഗിനെ മാറ്റണം. ഡോഗിനെ മാറ്റം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് മാറ്റും? കാരണം നമ്മള് എല്ലാവരും ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്, 2-3 BHK താമസിക്കുകയാണ്. അപ്പം എങ്ങനെ നമ്മൾ എങ്ങോട്ട് മാറ്റും ഇവനെ? നമുക്ക് ഇപ്പൊ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലാറ്റ് എടുത്ത് മാറാം, അല്ലെങ്കിൽ ഇവന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറി കഴിയുമ്പോൾ അത് ഒന്നാമത് എക്സ്പെൻസ്, പിന്നെ പെട്ടെന്ന് മാറ്റണം. ഇവരുടെ അടുത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞത് 2 days മാറ്റണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി. ഞാൻ ആ 2 days കൊണ്ട് ഇവരെ നാട്ടിൽ വിടാനുള്ള കുറെ ഓപ്ഷൻസ് നോക്കി. നാട്ടിൽ വിടാനാണെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം, ഇത്ര നാൾ ട്രെയിനിങ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ്സ്, പിന്നെ ഡോക്യുമെന്റ്, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നാട്ടില് ആരുമില്ല, ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് അച്ഛൻ, അമ്മ എല്ലാവരും ഇവിടെ ആണ്. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് അതൊരു കോംപ്ലിക്കേഷനായി. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല. ഞങ്ങൾ ആകെ ഇവനെ ഭയങ്കര മിസ് ചെയ്യും എന്നുള്ള ഒരു ഓപ്ഷൻ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ചാള് 2 ദിവസം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 3-4 ദിവസം പിടിച്ചു നിന്നു. അതേപോലെ ഒരു ദിവസം അപ്പോൾ ഞങ്ങളുടെ ഫാദർ നാട്ടിലായിരുന്നു. പുള്ളിക്കാരൻ ട്രാവലിംഗ് ചെയ്യുന്നതുകൊണ്ട് നാട്ടിലായപ്പോൾ മാനേജ്മെന്റിൽ നിന്ന് ഒരു മെയിൽ അയച്ചു ഞങ്ങളുടെ ഫാദറിന്. മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോഗിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ വിത്ത് ഫൈൻ ഇമ്പോസ് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടുത്തെ ഫൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം 50,000 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 10-12 ലക്ഷം രൂപയാവും. അങ്ങനെ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് പിന്നെ ഇവനാണ് ഞാനാണ് ആദ്യം അന്ന് വർസാനിൽ പോയപ്പോ, ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ പോയപ്പോഴാണ് ഇവനെ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ വർസാൻ പെറ്റ് ഷോപ്പിൽ പോയപ്പോഴാണ് കണ്ടത്. അപ്പൊ അവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ ഓക്കെ ആയതുകൊണ്ട് ഒറ്റ മൈൻഡില് ഞങ്ങൾ എടുത്തിട്ട് വന്നതാ. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ എടുത്തിട്ട് വന്നതാ. അത്ര ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവനെ കൊണ്ടുവന്നത്. ഇപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അവനെ കൊടുത്തു. അപ്പൊ അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് കൊടുത്തു? നിനക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ടാണ്? നോക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ഒരു സാഹചര്യം ഇപ്പൊ എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അറിയത്തില്ല. ഇപ്പൊ പക്ഷെ എന്റെ കൂടെ നടക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരു ഡോഗിനെ മേടിച്ച് വളർത്തി എന്നിട്ട് ഇത്രയും വലുതാക്കി എന്ന് പറഞ്ഞാൽ അവന് ഒരു പട്ടിയെ അല്ലെങ്കിൽ ഒരു പെറ്റിനെ സംബന്ധിച്ച് അത് വളർന്നു വരുന്ന ആ ഒരു സമയം, ഒരു വയസ്സ് 2 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല. ആ 1 വയസ്സ് വരെ അതിനെ നമ്മൾ സഹിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുവന്ന് അവനെ ഒരു
പ്രോപ്പർ ഒരു അഡൽട്ട് അഡൽട്ട് ആക്കി കൊണ്ടുവന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ മേടിച്ചിരുന്നത് ഒരു അറബ് ഫാമിലി, അവരുടെ നിന്ന് മേടിച്ച് അവര് എന്ത് ചെയ്തു, ഞങ്ങളപ്പോ ഞാൻ ആ ആളെ തന്നെ കോണ്ടാക്ട് ചെയ്തു. ആളെ കോണ്ടാക്ട് ചെയ്തപ്പോ ആളുടെ അറബ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. ഇവർ രണ്ടുപേരും ചെയ്യുന്നതാണ്. ഹസ്ബൻഡ് ഒരു വെറ്റിനറി ക്ലിനിക് ഉണ്ട്, വൈഫാണ് ഡോഗ്സിനെ ഹാൻഡിലർ ആയിട്ടുള്ളത്. അപ്പൊ അവരാണ് അവർക്ക് ഒരു ബിസിനസ് ആണ്. അവർക്ക് കുറെ ഡോഗ്സ് ഉണ്ട് അവരുടെ അടുത്ത്. അപ്പൊ ഇതേപോലെ ഞങ്ങൾ പറഞ്ഞു ഇവന്റെ തന്നെ ബാക്കിയുള്ള സിബ്ലിങ്സ് എല്ലാം അവിടെ തന്നെ തോന്നുന്നു, മദറും ആറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ സാഹചര്യം, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ പിന്നെ പൈസക്കല്ല ഇവനെ കൊടുത്തത്, ഞങ്ങൾക്കിപ്പോ ഇവൻ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ ഇവന് ഞങ്ങള് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് തന്നെ ഞങ്ങൾ അവൻ തിരിച്ചു കൊടുത്തു. ആദ്യം അവൻ ആ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവനെ അവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് ഞങ്ങൾ പോയില്ല, കാരണം ഇവന്റെ സ്വഭാവ പ്രകൃതി വെച്ചിട്ട് ഇവൻ അങ്ങനെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഞങ്ങളെ കണ്ട് വളർന്നതുകൊണ്ട് നമ്മളെ ലീഷ് അവരുടെ അടുത്ത് കൊടുത്തിട്ട് അവര് നമ്മുടെ അടുത്തൊക്കെ പൊക്കോന്ന് പറയാൻ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഭയങ്കരമായിട്ട് എടുത്ത് കുതിച്ച് ചാടാൻ തുടങ്ങി. അവരുടെ കയ്യിലത് നിൽക്കുന്നില്ല. ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 9 മാസം തുറന്ന ഹ്യൂജ് ആയിരിക്കും. അവർക്ക് പിടിക്കാൻ പറ്റും. എന്നിട്ട് അവർ ഗോ ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി. ഞങ്ങൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്റെ വൈഫ് ഒരു കരച്ചിൽ തുടങ്ങി. എനിക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നു, ഇവനും സങ്കടം വന്നു, ഞങ്ങൾക്കും പിടിച്ചിരിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ കുറെ നേരം അങ്ങോട്ട് മാറി വണ്ടിയോടൊപ്പം ഇങ്ങനെ കുറെ നേരം നിന്ന്. എന്നുവെച്ചാൽ അവൻ തന്നിട്ടുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്കത് ഒരു അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ പറയുന്നത് ഞങ്ങളിപ്പോ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഞങ്ങളിപ്പോ ഒരു 7 മാസം എടുത്ത് അവന്റെ കൂടെ നിന്നിട്ടുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് അവൻ ചെയ്യുന്നതെല്ലാം കണ്ടിട്ടോ അല്ലെങ്കിൽ അവന്റെ ആ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻ വരെ മാറിപ്പോയി. കാരണം ഇവനെ മേടിച്ച സമയത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ സമയം വൈകി എണീക്കുന്ന ആൾക്കാരാണ്. അതിന്റെ പേരിൽ കുറെ വഴക്കൊക്കെ കിട്ടും വീട്ടിൽ നിന്ന്, അത് വേറെ കാര്യം. പക്ഷെ ഇവൻ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ രാവിലെ എഴുന്നേറ്റേ പറ്റൂ. കാരണം ഒന്നെങ്കിൽ ഇവൻ വാഷ്റൂമിൽ പോകാൻ, അല്ലെങ്കിൽ ഇവന്റെ കൂട് ക്ലീൻ ചെയ്യാനോ, ഇവന് ഫുഡ് കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എണീക്കണം. അങ്ങനെ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഒച്ച വെച്ച് കുരച്ച് മൊത്തം പ്രശ്നമാക്കി വീട്ടിലുള്ളവരെല്ലാരും എണീപ്പിക്കുകയും ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യും. ഇല്ല, പക്ഷെ അതൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അവൻ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും അവന്റെ കൂടിന്റെ അടുത്താണ് എന്റെ റൂമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ അവിടെ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്തൊരു ഞാൻ അവിടെ കിടക്കുന്നവന് കാണാം. അപ്പൊ ഞാൻ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങുവാണെങ്കിൽ ഇവൻ കുരയ്ക്കത്തില്ല, ഇവൻ ഒച്ച ഉണ്ടാക്കത്തില്ല, അവൻ അവിടെ തന്നെ കിടക്കും. ഞാനൊന്ന് എണീറ്റൊന്ന് നോക്കി ഇങ്ങനെ പയ്യെ പിന്നെ കിടക്കാണെ പിന്നെ ഉറങ്ങാനേ സമ്മതിക്കില്ല. പിന്നെ അവന്റെ കൂടെ ഉറന്നു വിടുവാണെങ്കിൽ നേരെ ഇവന്റെ കൂടെ എവിടെയൊക്കെ അങ്ങ് ഇരുന്നോളും. പിന്നെ അങ്ങനെ കുറെ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് മെമ്മറീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മെമ്മറീസ് എല്ലാം കൊണ്ടാണ് ഒരു ദിവസം അങ്ങ് പോയത്. എന്റെ അടുത്ത് ഇഷ്ടം പോലെ പിള്ളേർ, എന്റെ ഫ്രണ്ട്സ് തന്നെ കുറെ പേര് ചോദിച്ചു, നിനക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ടാണോ നീ കൊടുത്തേ, നിനക്ക് ബുദ്ധിമുട്ടായിട്ടായിരിക്കൂലേ എന്ന് വെച്ച്. ബുദ്ധിമുട്ടായിട്ടല്ല, ഞങ്ങൾക്കത് ഇപ്പോ 1 കൊല്ലം കഴിഞ്ഞ് അവനെ തിരിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ നോക്കും. കാരണം ഒരു കൊല്ലം കഴിയുമ്പോൾ നാട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നത്. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് മാറ്റാനും ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. കാരണം ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ ഫാമിലി ഒരു പുതിയൊരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെങ്ങന്നൂര്. അപ്പൊ നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ കഴിയാണ്ട് അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്ക്, നാട്ടിലത്തെ വീടിന്റെ പണി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് മാറ്റാം. അതും ഞങ്ങൾ നോക്കി. പക്ഷെ അതിനുള്ള ടൈം ഇല്ല. കാരണം ഞങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എങ്ങനെ പോയാലും ഒരു 8-9 മാസം അതിനെടുക്കും. വേറെ നിവർത്തി ഇല്ലാതെ വന്നുകൊണ്ട്. പക്ഷെ ഒരു ഗുഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അവനെ വേറെ ആരുടെ അല്ല, അവന്റെ ഫാമിലിയിലോട്ട് തന്നെ തിരിച്ചു കൊടുത്തു. ലൈക്ക് അവന്റെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവന്റെ ബ്രദേഴ്സിന്റെ കൂടെ തന്നെ ഞങ്ങൾ കൊടുത്തപ്പം അവന്റെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഒരു 7 ജർമ്മൻ ഷെപ്പേർഡ് അവരുടെ അടുത്ത് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പം അത് അവനെ ഹാപ്പി ആയിട്ട് തന്നെ പൊക്കോളും. പിന്നീട് അവര് കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് അയച്ചു, വീഡിയോസും ഫോട്ടോസും ഒക്കെ. അവര് പറഞ്ഞതാണ് നമ്മളടുത്ത് എപ്പോ വേണമെങ്കിലും ഒന്ന് കാണാം. പക്ഷെ ഒരു ഡോഗിനെ സംബന്ധിച്ച്, ഒരു ഡോഗിനെ നമ്മൾ വളർത്തി ഇത്രയും വലുതാക്കി എന്നിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് വിടുമ്പോൾ ആ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ അവൻ എങ്ങനെ പോയാലും ഒരു 5 മാസം എടുക്കും. ഒരു ഡോഗ് ആയതുകൊണ്ടാണ് പറയുന്നത്. കാരണം അത്ര ലോയൽ ആയ ഒരു സംഭവം അത് അഡ്ജസ്റ്റ് ആയി വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ പോയി കാണുകയോ അല്ലെങ്കിൽ നമ്മൾ പോയി ഇതാക്കുകയാണെങ്കിൽ അവൻ ആ ഒരു മൈൻഡ് ഫുൾ ഡിപ്രസ്ഡ് ആയി പോകും. ആ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ ഞാൻ എന്നിട്ട് ഇപ്പോഴും അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്,
അവര് ഫോട്ടോ അയക്കാറുണ്ട്, വീഡിയോ അയക്കാറുണ്ട്. ഞങ്ങൾ അവനിപ്പോ ഭയങ്കര ആക്റ്റീവായി. അത് മാത്രല്ല അവരിപ്പോ അവനെ ലൈക്ക് ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഏതെങ്കിലും ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ചാർലി ഇങ്ങനെ മെഡലൊക്കെ ആയിട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളിതിപ്പോ ഈ ടോപ്പിക് ഇവിടെ പറയാൻ കാരണം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ മോസ്റ്റ്ലി ഇതേപോലെ സാഹചര്യത്തിൽ കൂടെ പോകുന്ന കുറെ പേരുണ്ടാവും. ഇപ്പൊ ഇവിടെ ദുബായിലായാലും നാട്ടിലായാലും അവർക്കൊരു സാഹചര്യം ഇല്ലാതെ കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഒരു 7 മാസം നോക്കിയിട്ട് ഞങ്ങൾക്ക് ഈ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 1, 2, 3 വർഷം നോക്കിയിട്ട് കൊടുക്കേണ്ടി വരുന്ന ആൾക്കാരുടെ വിഷമം ഞങ്ങൾ അതും ആലോചിച്ചു. ഞങ്ങള് ഒരിക്കലും അതുകൊണ്ട് തന്നെ ഞങ്ങള് തീരുമാനിച്ചു ഇനി ഇവിടെ നാട്ടില് സെറ്റിൽ ആവുന്ന സമയത്തല്ലാണ്ട് ദുബായിൽ നമ്മളൊരു ഡോഗിനെ മേടിക്കേണ്ടത്. കാരണം അത് ഭയങ്കര ഇമോഷണലി ഞങ്ങളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മളൊരു ഒരു പെറ്റിനെ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ടു ഒക്കെ മേടിക്കാൻ പോവാ, ബാക്കി വീട്ടിൽ നോക്കാം, അങ്ങനെ മേടിക്കരുത്. നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നോക്കണം. കാരണം ഇവനെ ഞങ്ങൾ സെലക്ട് ചെയ്തതല്ല. ഞങ്ങളുടെ മനസ്സിൽ ഒരു ഹസ്കി ആയിരുന്നു. ഞങ്ങൾ പെറ്റ് മേടിക്കുന്നതിന് മുമ്പ് ഞങ്ങള് ഒരു ബ്ലൂ ഐസ് ഹസ്കി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം വർഷാനി പോയി നോക്കി. ആ സമയത്ത് ഡോഗിനെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഒരു ചെറിയൊരു നെറ്റ് പോലെ തന്നെ അത് ഇട്ടിട്ട് ഇവൻ നിൽക്കുന്ന സമയത്ത് ഇവനെ നോക്കിക്കൊണ്ട് ഒരെണ്ണം ഇങ്ങനെ നിൽക്കുക, ചെറുത്, വളരെ ചെറുത്. അതിനെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ട് നമ്മള് സെലക്ട് ചെയ്താണ് അവനെ. അത് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയി. ഞങ്ങളെല്ലാരും, എന്റെ വൈഫ് എന്ന് പറഞ്ഞ വൈഫിന്റെ ഫാമിലി തന്നെ ആരും ഡോഗ് അങ്ങനെ പെറ്റ്സ് കാര്യങ്ങളൊന്നും വളർത്തിയിട്ടില്ല. അതുകൊണ്ട് എന്റെ വൈഫിന് ഒബ്വിയസ്ലി ഭയങ്കര പേടിയായിരുന്നു. ഒരു ഇത്രയും കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് എന്റെ വൈഫാണെങ്കിൽ അതിനെ കണ്ട് പേടിച്ച് റൂമിനകത്ത് തന്നെ ഇരുന്ന് ഇവനെ ഹോളിൽ തന്നെ വെച്ചോണ്ടിരുന്ന കുറെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു 7 മാസം കഴിഞ്ഞ് നോക്കിയ 7 വയസ്സ് കഴിഞ്ഞ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അവിടെ. അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പാപ്പൻ തിന്നാൻ കൈകൊട്ടി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഇതുണ്ടായിരുന്നു. അതും പിന്നെ എന്താ പറയാ, എടുത്ത് പൊക്കിയെടുത്ത് കറക്കുക, പട്ടിയെ തല കറക്കിയിട്ട് ഇരുത്തുക, അവന്റെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി കറങ്ങുക, അതൊക്കെ കൊറേയൊക്കെ അവനും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഞങ്ങളിപ്പോ പറയാൻ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു കഴപ്പ് പിടിച്ചൊരു സെക്യൂരിറ്റി കാരണമാണ്. കാരണം ഞങ്ങളുടെ ഈ 7-8 മാസം ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു മാസം സെക്യൂരിറ്റി ഒന്ന് മാറി. സെക്യൂരിറ്റി മാറി ഒരു പാകിസ്ഥാനി വന്നു. അത് ഇച്ചിരി ചൊറിയായി. എല്ലാവരും ഞാൻ പറയുന്നത് അവനൊരു ഇതിനു മുമ്പ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുറെ പേര് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുത്തിനൊക്കെ വന്നിട്ട് അവൻ കൊഞ്ചിക്കുകയും ഇതിനു മുമ്പുണ്ടായിരുന്ന സെക്യൂരിറ്റി ഒരു പാകിസ്ഥാനി സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറയും. അവന്റെ വീട്ടിൽ മൊത്തം 7-8 ജർമ്മൻ ഉണ്ട്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് അഡ്വൈസ് ചെയ്യും. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് പെറ്റായിരുന്നു അവൻ. ഇന്ന ഫുഡ് കൊടുക്കണം, ഇങ്ങനെ എക്സസൈസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവൻ മാറി ഇവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര ഒരു അറഗന്റ് ക്യാരക്ടർ. നമ്മുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ മിണ്ടൂല, ചിരിക്കൂല, ഒന്നുമില്ല. നമ്മൾ അങ്ങോട്ടേക്ക് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് വന്നപ്പോ പിന്നെ നമ്മൾ മിണ്ടാണ്ടേ. പിന്നെ ഈ ഡോഗിന്റെ ഒരു ഇഷ്യൂ കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആകെ പൊളിഞ്ഞ് ഇപ്പൊ നേരിക്കണ്ട അടിക്കും എന്നുള്ള സെറ്റപ്പിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ ടോക്ക് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോ പറയാൻ കാരണം ഇപ്പൊ എല്ലാവരും ഒരു പെറ്റിനെ മേടിക്കുമ്പോ ഓടിച്ചാടി കയറിപ്പോ മേടിക്കരുത്. കറക്റ്റ്. നമ്മള് മേടിച്ചാ നമ്മള് നോക്കണം. അതിന് ആവതുണ്ടെങ്കിൽ മാത്രമേ പോയി ഒരു പെറ്റിനെ മേടിക്കാൻ പാടുള്ളൂ. അല്ലാതെ മേടിച്ചു കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ ഇതിനെ കൊണ്ട് പോകാനും പറ്റത്തില്ല. വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും ഒരു ടെൻഷൻ ആവും, നമുക്ക് എന്തോ പോലെ ബാഡ് ആവും. വീട്ടിൽ വരുമ്പോ അവരെന്ത് വിചാരിക്കും നമ്മളെ പറ്റിയിട്ട്. മേടിച്ച് അവനും ഒറ്റയ്ക്കായി നമുക്കും ഒറ്റയ്ക്ക്, നമുക്ക് പുറത്തു പോകാനും പറ്റാത്തൊരു സാഹചര്യം. ഇതൊക്കെ ആലോചിച്ച് വേണം ഒരു പട്ടിനെ മേടിക്കാൻ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ നമ്മള് ഫാമിലി എന്ന് പറയുന്ന സംഭവം സെറ്റിലായതിനു ശേഷം, നമ്മൾ സെറ്റിലായി നാട്ടിലേക്കൊക്കെ പോയതിനു ശേഷം നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നമ്മളൊരു ഡോഗിനെ മേടിച്ച് വീട്ടിലിട്ട് നമ്മൾ തന്നെ നോക്കാം. വേറെ അടുത്തിനെ വെക്കരുത് നോക്കാം, നമ്മൾ തന്നെ നോക്കാം. കുറെ പേര് ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ റീല് കാണുന്നു, ഡോഗിനെ കാണുന്നു, ഓടിപ്പോയി ഡോഗിനെ മേടിക്കുന്നു, വളർത്തുന്നു, കുറെ കഴിയുമ്പോൾ ഇതിനെ അങ്ങ് ഉപേക്ഷിക്കും. പറ്റാത്തോണ്ടാ. കാരണം അറിയാം പ്രശ്നമുണ്ട്, അവർക്ക് ഇമോഷണൽ പ്രശ്നം കാണും. പക്ഷെ അവരത് കൊണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇതിപ്പോ ഒരു ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെറ്റില് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് വരുന്ന ഒരു സംഭവം. ഇതിന് വാക്സിൻ എടുക്കണം, ഇതിന് ആഴ്ചക്ക് ആഴ്ചക്ക് ഫുഡ് മേടിക്കണം. നല്ല നല്ല ഫുഡ് അതിന് വേറൊരു കോമഡി ഉണ്ട്. ഞാൻ ഈ ജർമ്മൻ ഷെപ്പേർഡിന് ആദ്യം മേടിച്ചപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അമ്മല്. അവൻ ഈ വീഡിയോ കാണാണെന്നുണ്ടെങ്കിൽ നീ കേട്ടോണം. ഞാൻ അവന്റെ അടുത്ത് ആദ്യം സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, എടാ ജർമ്മൻ ഷെപ്പേർഡ് അവന്റെ വീട്ടിൽ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഉണ്ടായിരുന്നോ അതോ ഉണ്ടോ സംതിങ്.
അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ജർമ്മൻ ഷെപ്പേർഡിനെ നോക്കുമ്പോ പ്രശ്നമൊന്നുമില്ല, വീട്ടില് ഇഡലി സാമ്പാറൊക്കെ കൊടുത്ത് അത് ജീവിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതേപോലെ ഞങ്ങൾ ഇഡലി സാമ്പാറും ചോറും ഒക്കെ കുഴച്ചു കൊടുത്തു. ചോറ്, ഈ ബീൻസ്, സാധനം എല്ലാ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് എല്ലാം വേവിച്ച് ഞങ്ങൾ ഒരു ദിവസം കൊടുത്തു. ഈ സാധനം ഇത് കഴിച്ചില്ല. കഴിക്കാൻ ഞങ്ങൾ കളയേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ തപ്പി പിന്നെ ഇവനെ മേടിച്ച സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവര് വില കൂടിയ പെഡിഗ്രിയെ കൊടുത്തോണ്ടിരുന്നത്. അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മുതലാവോ? നമ്മൾ വിചാരിച്ചു ഓക്കെ 15 കിലോയുടെ ഒരു ഇത്ര 3 ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കുമെന്ന് പറഞ്ഞു. മേടിച്ച് 2 ആഴ്ച കൊണ്ട് ഇവൻ തീർത്ത്. ഇവൻ തീർക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നല്ലേ എനിക്ക് മനസ്സിലായി. ഞാൻ വെച്ചാൽ എങ്ങനെ ഇത് തീരുന്നേ? കാരണം ഞാൻ രാവിലെ ജോലിക്കോ ഇവൻ ജോലിക്കോ നമുക്ക് അറിയുന്നില്ല. പിന്നാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഒരു 10 മണി ഈ നമ്മുടെ ഈ വീട്ടില് കുഞ്ഞു കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഒരു 10 മണി 11 മണി ആകുമ്പോഴത്തേക്ക് അമ്മമാർ ആപ്പിളോ ഓറഞ്ചോ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അതേപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ എന്റെ വൈഫാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഇതേപോലെ സൺഡേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 10 മണിയൊക്കെ ആയപ്പോൾ കൂടിന്റെ അടുത്ത് ചെയറൊക്കെ ഇട്ടിട്ട് ഈ പട്ടിക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ ഓരോന്നെടുത്തിട്ട് ചാർലി മോനെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഓരോന്നോരോ നോക്കിയപ്പോ ഇത് തീർന്നു കഴിഞ്ഞപ്പോ വീണ്ടും പോയി എടുക്കുക. എന്ന് വെച്ചാൽ വീണ്ടും കൊടുക്കുക. വിചാരിക്കുന്നെന്തോ കളിക്കല്ലേ. അവൻ ഒരു നേരം കൊടുക്കുന്ന ഫുഡ് നമ്മൾ ശരിക്കും അങ്ങനെ ചിലപ്പം 2 നേരം കൊടുക്കും, രാവിലെയും വൈകിട്ടും കൊടുക്കും. ഇവര് ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ 5 നേരം കൊടുക്കുന്നുണ്ട്. ഇത് തൂറുന്നതോ തൂറി മെഴുകും. ക്ലീൻ ചെയ്യുന്നത് ഞങ്ങള്, അത് വേറെ കാര്യം. പക്ഷെ അതൊരു ഇമോഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ക്ലോസ് ആയി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്റെ വൈഫിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു സാധനത്തിന് അവൾക്ക് ഭയങ്കര ഒരു ജീവനായി പോയി. ഞങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റത്തേക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും, ഇല്ലാത്ത സമയത്ത് അയ്യോ ചാർലി ഒറ്റയ്ക്കാണല്ലോ, അവൻ എന്താ ചെയ്യാവാതിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം, അങ്ങനത്തെ ഒരു ഇതായി. എന്നിട്ട് ഞങ്ങൾക്ക് അവസാനം ഇങ്ങനത്തെ ഒരു സംഭവം ആയിപ്പോയി. എന്നിട്ട് ഞങ്ങൾക്കിപ്പോ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ വീട്ടിലിപ്പോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു ശബ്ദമില്ല. ഇപ്പൊ വീട്ടിലിപ്പോ ഞാൻ ഓഫീസിൽ പോയി വരുമ്പോ തിരിച്ചു വരുമ്പോ ഡോർ തുറക്കുമ്പോ യൂഷ്വലി അവനൊരു കുരക്കിലോ അവന്റെ ചാട്ടോ അവന് മണത്ത് കണ്ടുപിടിക്കുമല്ലോ. ഇപ്പൊ ഞാൻ വീട്ടിൽ കയറുമ്പോ ശബ്ദവും ഇല്ല, ഒന്നുമില്ല. പിന്നെ കുറെ നാൾ അവന്റെ കൂട് ഇങ്ങനെ കാലിയായി കിടക്കുന്ന കണ്ടപ്പോ അതും വിഷമമായിരുന്നു. ഞങ്ങള് 2 ദിവസം മുമ്പാണ് ഞങ്ങൾ കൂട് അയച്ച് കളഞ്ഞത്. വലിയൊരു കൂടായിരുന്നു, ഒരു സിംഹത്തിനെ കിടാൻ പറ്റും. കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ വേണമെങ്കിൽ എണീറ്റ് നിൽക്കുകയും ചെയ്യാം. അതിനകത്ത് 2 കളി ഞങ്ങൾക്ക് 2 പേർക്ക് കയറി കിടക്കാൻ പറ്റുന്ന അത്ര 2 മീറ്റർ നീളവും 1.25 മീറ്റർ ഹൈറ്റും വീതിയായിട്ടുള്ള ഒരു വലിയൊരു സാധനം. അതിനെ ഇട്ട് കഴിയുമ്പോൾ വേറൊരു വീഡിയോ ഉണ്ട്. അതിനെ ഇട്ടിട്ട് അതിന്റെ ഗ്രില്ല് ഇങ്ങനെ നമ്മള് വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രില്ലായിരുന്നു. അപ്പൊ ചെറുപ്പത്തിൽ ഇവൻ ചെറുതായപ്പോഴേ ഞങ്ങൾ പണിത് 3 മാസം ആയപ്പോ നമ്മൾ ഈ സാധനം പണിഞ്ഞു. കാരണം അത്ര എക്സൈറ്റ്മെന്റ് ഞങ്ങൾ നോക്കിയപ്പോ ഇവനെ അകത്തിട്ട് നോക്കിയപ്പോ കഴിഞ്ഞപ്പോ ആ ഗ്യാപ്പിനിടയ്ക്കൂടെ ഇറങ്ങി ഓടി വന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഗ്രില്ല് മേടിച്ച് അത് വെച്ച് അടിച്ച് വീണ്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി. പിന്നെ അവന് ടൈമിങ് പയ്യെ പഠിപ്പിച്ച് എല്ലാം ഹോം ട്രെയിൻഡ് ആയിരുന്നു. ഞങ്ങൾ മേടിക്കുമ്പോഴേ ആ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിന് വിടരുത്, ബിക്കോസ് ചാമ്പ്യൻഷിപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് വിടരുത്, ചാമ്പ്യൻഷിപ്പ് ട്രെയിനിങ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നൊരു ആളായിരുന്നു. അപ്പൊ ഞങ്ങൾക്കതൊരു ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ കൊടുക്കാൻ ഒരു സാഹചര്യം. നമുക്ക് എല്ലാം പറഞ്ഞ പോലെ ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞു നടക്കാൻ പറ്റത്തില്ല. സാഹചര്യം ഇല്ലായിരുന്നു, കൊടുത്തു, എത്ര പറ്റും. അപ്പൊ അവരെന്ത് വിചാരിക്കും, അവനെ കൂടെ നോക്കാൻ പറ്റാഞ്ഞിട്ടാ. അല്ല, ഞങ്ങള് അതിനായിട്ട് ഞങ്ങളിപ്പോ ഞാൻ ആ സെക്യൂരിറ്റി ആയിട്ട് അടിയായി, അടിയായി, അടിക്കൂന്നുള്ള സെറ്റപ്പിൽ നടക്കുക. കാരണം ഞാനിപ്പോ വീട്ടിൽ കയറി പോകുമ്പോ പോലും ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാൻ കയറി വരുമ്പോ അവനോട് ഇരിപ്പുണ്ടെ പോലും ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാൻ കയറിപ്പോയി. എനിക്ക് കണ്ട് മുഖം കാണുന്നതിനെ കലിയാ. ഒരു പുച്ഛം നിറഞ്ഞ ചിരിയാട്ടോ അവന്റെ. എന്നിട്ട് ഞങ്ങള് ഡോഗിനെ മാറ്റിയ ദിവസം ഞങ്ങള് ആകെ മൊത്തം ഡൗൺ ആയിട്ടാ വീട്ടിൽ വരുന്നത്. എന്നിട്ട് വേറെ അവൻ ചോദിക്കുവോ, എന്നിട്ട് അന്നേരം ഡോഗിനെ മാറ്റിയല്ലേ, എങ്ങോട്ടേക്കാ മാറ്റിയെന്നൊക്കെ. ഞാൻ പറഞ്ഞു വേറെ വീട്ടിലേക്ക് മാറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റും. അവൻ ആ ഒരു സുഖം എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് അവന്റെ കഴപ്പ് അങ്ങനെ എൻകറേജ് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വേറെ വീട്ടിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങള് പറഞ്ഞു വരുന്നത് ബേസിക് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പെറ്റിനെ മേടിക്കുന്നത് എന്താണ് നല്ലൊരു സംഭവമാണ്. റീലും അത് ഒറ്റ മൈൻഡ് എന്നൊക്കെ പറഞ്ഞു പോയി ദൈവത്തെ ഓർത്ത് മേടിക്കാതെ. ഞങ്ങളുടെ ഒറ്റ മൈൻഡ് ഇടയ്ക്ക് കുറച്ച് നാള് ഇവന്റെ കോണ്ടാക്ട് എന്റെ വൈഫിന്റെ ഫോണില് ഒറ്റ മൈൻഡ് പട്ടിന്നായിരുന്നു. കാരണം ഒറ്റ മൈൻഡിന് പട്ടീനെ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വൈഫ് ഫോണിൽ അതാ സേവ് ചെയ്തോണ്ടിട്ടുണ്ട്, ഒറ്റ മൈൻഡ് പട്ടി.
കാരണം അകരത്തെ ഞങ്ങളുടെ പക്ഷെ ഞങ്ങൾ അതൊരിക്കലും മേടിച്ചല്ലോ റിഗ്രറ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവനെ കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോ പെറ്റ്സ് ഉള്ള ആൾക്കാര് ദൈവത്തെ ഓർത്ത്, അല്ല മേടിക്കാൻ പോകുന്നവര് ദൈവത്തെ ഓർത്ത് നിങ്ങള് ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് 2 പ്രാവശ്യം. കാരണം നിങ്ങൾക്ക് മാത്രമേ അതിനെ ഇഷ്ടം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എല്ലാരും പറയും അമ്മക്ക് ഇഷ്ടപ്പെടും, അച്ഛനെ ഇഷ്ടപ്പെടും. പക്ഷെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് ഈ ലോകത്ത്. ഈ ഇങ്ങനത്തെ സാധനത്തിന് പെറ്റ്സിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്. നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ചിലപ്പോ അതായിട്ട് ആ ഡോഗ്, ഇപ്പൊ ഞാൻ പറയാം എന്റെ ചേച്ചിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഡോഗ് അവൻ വിചാരിച്ചത് കൊണ്ട് ചേച്ചി മാറി. കാരണം അവൻ ആ കൊടുക്കുന്ന ഒരു സ്നേഹം എല്ലാം കണ്ടിട്ടാണ് ചേച്ചി മാറിയത്. അതേപോലെ ചിലപ്പോ എല്ലാവരുടെ വീട്ടിലും നടക്കണമെന്നില്ല. അപ്പൊ മേടിക്കുന്നവര് മാക്സിമം 2 വട്ടം ഒന്ന് ആലോചിച്ചിട്ട് മേടിക്കുക. അവസാനം ഇതിനെ അവിടെ കൊണ്ട് തെരുവിലൊക്കെ കളഞ്ഞിട്ട് തെരുവ് നായ്ക്കളായിട്ട് നാട്ടുകാരൊക്കെ തല്ലിക്കൊന്ന് എന്തിനാ അങ്ങനെ ഒരു ജീവനം കളയുന്നത്? അത് അവിടെ തന്നെ വളർന്നോട്ടെ. എന്തായാലും ഞങ്ങളുടെ ചാറിൽ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എന്താ വെച്ചാൽ അവര് നോക്കുന്നുണ്ട്, അവര് നല്ലോണം നോക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും, ഇപ്പൊ അവന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. അപ്പാർട്ട്മെന്റ് ഇന്റർനാഷണൽ ട്രെയിനേഴ്സിനെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവരൊരു വലിയ വില്ലയും അതിന് ബാക്ക് യാർഡും ഒക്കെ ആയിട്ട് ഭയങ്കര വലിയൊരു സെറ്റപ്പില് ഓരോ കൂടും. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ടാഗ് ചെയ്യാം. ഒരു നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ്. അവരാണ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് ഇവിടുത്തെ ജർമ്മൻ ഷെപ്പേർഡിന്റെ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അത്യാവശ്യം നല്ലൊരു ടീമാണ്. അപ്പോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവൻ നല്ല എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഒന്നെങ്കിൽ ചാർലി ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ 10-14 വർഷം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഒരു 10-12 വർഷം. ഓക്കെ, ഒന്നെങ്കിൽ അവനെ കിട്ടുകയാണെങ്കിലും ഡോഗ്സ് ഒരിക്കലും മറക്കത്തില്ല, അത് ഉറപ്പാണ് ഞങ്ങക്ക്. അവനല്ലെങ്കിൽ പോലും അവനെ പോലെ ഒരു ഡോഗും ചാർലി ആവൂല. ഇല്ല, അതാ ഞങ്ങൾ തീരുമാനിച്ച സംഭവം. ഞങ്ങൾ ഇനി എത്ര ഡോഗിനെ മേടിച്ചാലും ഞങ്ങൾക്ക് ചാർലി ഒരാളേ ഉള്ളൂ. ചാർലി എന്ന് പറയുന്നത് അവൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവന്റെ കുട്ടികൾ ഇനി ഉണ്ടാവുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ പണി കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ഒരെണ്ണത്തിനെ കൊണ്ടുപോകും, മേടിക്കും, നാട്ടിൽ കൊണ്ടുപോകും, നാട്ടില് അവനെ വളർത്താനൊക്കെ ഉള്ളതാക്കും. എന്നാലും ഞങ്ങൾ അവന് ചാർലിന്നോ അല്ലെങ്കിൽ വേറൊരു പട്ടികൾക്കോ ഞങ്ങൾ ചാർലിന്ന് ഇടത്തില്ല. കാരണം ചാർലി ഞങ്ങൾക്ക് തന്നിട്ടുള്ള മെമ്മറീസ് ഒരുപാടാണ്. ഒരുപാട് സങ്കടമുണ്ട് ചാർലി കാരണം. ഞങ്ങളുടെ അച്ഛന്റെ വായന്ന് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തെറി കേട്ടിട്ടുണ്ട്, എസ്പെഷ്യലി എന്റെ അരിയില കിട്ടിയിട്ടുള്ള. പിന്നെ അങ്ങനെ കുറെ മെമ്മറീസ് ഉണ്ട്. ഇപ്പോഴായാലും ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ അവന്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാവും. ഒരു ഡോഗിന് എന്ന് പറയുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവും. നമുക്ക് അത് കുറെ മാസം കൂടെ നിന്ന് കഴിയുമ്പോൾ നമുക്കറിയാം. ഇപ്പൊ ഞാൻ ആ വീട്ടിൽ വരുമ്പോ എനിക്ക് ആ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇപ്പൊ എത്ര ഡീപ് ക്ലീനിങ് ചെയ്താലും ഞങ്ങൾ ആ കൂടൊക്കെ റിമൂവ് ചെയ്ത് അവിടെ ഫുൾ ക്ലീൻ ചെയ്ത് എല്ലാം ഞങ്ങള് സോഫയൊക്കെ മാറ്റി എല്ലാം ക്ലിയർ ചെയ്തെങ്കിലും ആ ഒരു സ്മെല്ല് ഇപ്പോഴും ആ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കയറി വരുമ്പോ. അതെ. സോ എന്തായാലും ഞങ്ങള് പെറ്റ് മേടിച്ചൊരിതാണ്. ഞങ്ങളിവിടെ പറയാൻ കാരണം ഇപ്പൊ ഈ റീൽസ് കണ്ടിട്ട് ഞാനിതിപ്പോ റീസെന്റ് കൂടെ കണ്ടതുള്ളൂ. റീല് കണ്ട് പോയി മേടിച്ച്, ഇതേപോലെ പോയി മേടിച്ച ആളാണ് ഞങ്ങള്. ഒറ്റ മൈൻഡ് പട്ടി. അവസാനം റീല് കണ്ടാരും പോയി മേടിക്കാണ്ടിരിക്കുക. റീല് കണ്ട് ദൈവത്തെ ഓർത്ത് പോയി അതിന്റെ ജീവിതം കളയാതെ നിങ്ങള് എന്നെ കൊണ്ട് പറ്റുമ്പോ മേടിക്കടേ. പറ്റുമ്പോ പോയി മേടിച്ചാൽ മതി. ചുമ്മാ ആവശ്യമില്ലാതെ വെറുതെ അതിന്റെയൊക്കെ ജീവിതം കൊണ്ട് കളയരുത്. ഞങ്ങള് ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരാളുണ്ട്. പിന്നെ ആ സെക്യൂരിറ്റിയുടെ കാര്യം അത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അതൊരു വിഷയമാണ്, അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ്. അപ്പോ എല്ലാരും ടേക്ക് കെയർ, ബൈ ബൈ. നമ്മുടെ ആദ്യത്തെ കുറച്ച് വീഡിയോസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ കുറച്ച് അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ബാക്കിയുള്ളവരെ പോലെ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ചെയ്യും കേട്ടോ, ചെയ്യില്ല എന്നല്ല, ചെയ്യും. പക്ഷേ ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെ ഒരു ആലോചിച്ചു, വിഷയം എന്ത് വിഷയം എടുത്തിടും. ഞങ്ങൾ ഈ ക്യാമറ ഓൺ ആക്കി കുറച്ചു നേരം വരെ, ഇത് നമ്മൾ കാണുന്ന എഡിറ്റഡ് വേർഷൻ ആയിരിക്കുമല്ലോ, കുറച്ചു നേരം വരെ എന്ത് വിഷയത്തിനെ പറ്റി സംസാരിക്കുന്ന ആലോചിച്ചുകൊണ്ട് ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചാർലിയുടെ ഫോട്ടോ ഇപ്പൊ ചാർലിനെ പറ്റി സംസാരിക്കാം. അങ്ങനെ ഡിസൈഡ് ചെയ്ത് എടുത്തൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പൊ എന്തായാലും കാണാം. നമ്മുടെ ബാക്കിയുള്ള വരുന്ന വീഡിയോസ് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറച്ച് ഷോർട്സ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. യൂട്യൂബിൽ ഇടുന്നതിന് പ്രയർ ആയിട്ട് നമ്മൾ എന്തായാലും റിയാക്ഷൻസും കൂടെ പ്ലാൻ ചെയ്യുന്നു. യെസ്,
വെറുതെ ഇരിക്കല്ലേ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. സമയമില്ലേ, ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവന് വേറെ പണിയൊന്നുമില്ല. അതെ. സോ സോ അങ്ങനെ ടാറ്റ. ടാറ്റ.